നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇടിഞ്ഞിലിനെയാണ്. കോമിഫോറ വൈറ്റി എന്നാണ് ഇടിഞ്ഞിലിൻ്റെ ശാസ്ത്രീയ നാമം. ബേഴ്സറേസിയയാണ് ഫാമിലി. ഇതേ ഫാമിലിയിൽപ്പെടുന്ന മറ്റൊരു സസ്യമാണ് ഗുഗുലു അഥവാ കോമിഫോറ മുകുൾ. ഗുഗുലു ധാരാളമായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഗുഗുലുവിനോടൊപ്പം തന്നെ ഉപയോഗിച്ചു വരുന്നൊരു സസ്യമാണ് ഇടിഞ്ഞിലും. ഡക്കാൻ, കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വരണ്ട പ്രദേശങ്ങളിലുമാണ് ഇടിഞ്ഞിൽ ധാരാളമായി കണ്ടുവരുന്നത്. ഇതൊരു ഇടത്തരം നിത്യഹരിത വൃക്ഷമാണ്. ഇതിൻ്റെ പുറംതൊലി ചാരനിറത്തിലുള്ളതാണ്. തടി ചാരനിറത്തിൽ മൃദുവായതാണ്. കൂവളത്തിൻ്റെ ഇല പോലെ 3 ഇലകളുടെ കൂട്ടമായാണ് ഇതിൻ്റെ ഇലകളും കാണപ്പെടുന്നത്. കടും പച്ചനിറത്തിലുള്ള ഇലകളുടെ അടിഭാഗം ഇളം പച്ചയാണ്. വളരെ മിനുസമുള്ള ഇലകൾ ഇടവിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. പൂക്കൾ ചെറിയ കുലകളായാണ് കാണപ്പെടുന്നത്. വൃത്താകാരത്തിൽ മാംസലമായി കാണപ്പെടുന്ന ഫലത്തിന് ഒരു പയർവിത്തിൻ്റെ അത്ര വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ. വേരും ഇലയുമാണ് ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കഷായ മധുരരസവും ശീതവീര്യവുമുള്ള ഈ സസ്യം മൂത്രളമാണ്. പ്രമേഹത്തിലും മൂത്രതടസ്സത്തിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഇടിഞ്ഞിലിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഇടിഞ്ഞിൽ സാധാരണ ഇതിലൊരു ആൾട്ടർനേറ്റീവ് ഡ്രഗാണ്. അതായത് ഗുൽഗുലുൻ്റെ ആ ഫാമിലിയിൽ വരുന്ന കാരണം ഈ ഗുൽഗുലു നോർത്ത് ഇന്ത്യ എന്നാണ് വരിക. ഇവിടെ കേരളത്തിലെ ഗുൽഗുലു എന്ന് അതിന് പേര് പറയാം. ഇവിടെ ഈ ഗുൽഗുലു ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഇടിഞ്ഞിൽ ഉപയോഗിക്കും. മിക്കവാറും ഗുൽഗുലു ഉപയോഗിക്കുന്നത് വേദനാശമനമായിട്ടാണ്, വാതരോഗത്തിലാണ്. ഇവിടെയും ഈ സന്ധി വേദനയ്ക്ക്, സന്ധിയിലുണ്ടാകുന്ന നീരും വേദനയ്ക്കും ഈ ഇടിഞ്ഞിലിൻ അരച്ച് ലേപനാക്കി ഉപയോഗിക്കും. അത് തന്നെ അതിൻ്റെ ഈ കഷായം വെച്ചിട്ട് അകത്തേക്കും സേവിച്ച് കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് കുറയും. പിന്നെ ഈ ഇടിഞ്ഞിൽ പ്രമേഹത്തിന് കൊടുക്കാറുണ്ട്. അതായത് ഈ കഫനമായ രോഗത്തിൽ, അതായത് ഈ തടിയൊക്കെ ഉള്ള ആൾക്ക്, തടിച്ചുണ്ടാവുന്ന ചില ആൾക്കാർക്ക് ഈ പ്രമേഹം ഈ വലിഞ്ഞ ആൾക്കാർക്ക് ഉണ്ടാകും, തടിച്ച ആൾക്കാർക്കാണ്. ഈ തടിച്ച ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രമേഹത്തിൽ ഇതിൻ്റെ ഈ നീരെടുത്തിട്ട് ലേശം മൂരോ എന്തെങ്കിലും ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രമേഹം ശമിക്കും.